Welcome back to our EVS class. Today we are discussing about our 6th chapter living safely. So let's start our class. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ എന്താ നമ്മൾ കാണുന്നത്? ടീച്ചറും അതുപോലെ സ്റ്റുഡൻസും എന്താണ് ടുഗദർ ചെയ്തിട്ട് ഡാൻസ് ചെയ്യുകയാണല്ലേ. അവർ അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടെ പാടുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ നമുക്ക്. The teacher ended Kuttan's class with a new game. She and the students sang a song and danced together in tune. എന്താ പറയുന്നത്? കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ ഒരു പുതിയ കളിയുമായിട്ടാണ് വന്നത്. അങ്ങനെ ടീച്ചറും കുട്ടികളും എന്താണ് ആ പാട്ട് നല്ല താളത്തിൽ പാടി കളിച്ചു തുടങ്ങി. അപ്പോൾ എന്താണ് പാട്ട്? When one finger shakes, when it shakes itself. എന്താണ് പറയുന്നത്? ഒരു വിരൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിങ്ങനെ ആടും. ലെറ്റ്സ് ഡാൻസ് സിങ് ആൻഡ് പ്ലേ. ആടാം, പാടാം, കളിക്കാം. വെൻ വൺ ഫിംഗർ ടു ഫിംഗേഴ്സ് ഷെയ്ക്ക്. എന്താണ് ഒരു വിരൽ ഇരുവിരലിൽ ആടുമ്പോൾ. വെൻ ദേ ഷേക്ക് ദംസെൽഫ്. അവർ ആടുമ്പോൾ തന്നെ എന്താണ് ലെറ്റ്സ് ഡാൻസ് സിങ് ആൻഡ് പ്ലേ. ആടാം, പാടാം, കളിക്കാം. ഷാൾ വി ഓൾസോ സിങ് ആൻഡ് പ്ലേ ദിസ് ഗെയിം ആഡിങ് മോർ ലൈൻസ് ടു ദ സോങ്. എന്താണ് ഇതിലേക്ക് കുറച്ച് വരികൾ കൂടെ കൂട്ടിച്ചേർത്ത് പാടിയിട്ട് ഈ കളി കളിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ എന്താണ്? വാട്ട് ആർ ദ ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്സ്. നിങ്ങൾ ഗ്രൂപ്പ്സായി ചെയ്യുന്ന കളികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കളികൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഏതൊക്കെ കളികളാണ് കളിക്കാറ്? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട് അല്ലേ. പിന്നെയോ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്, പിന്നെ പോലീസ് ആൻഡ് തീഫൊക്കെ കളിക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് കളിക്കുന്ന കളികളാണ്. ഇവിടെ 3 പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? ഡു യു നോ ദ ഗെയിംസ് ഷോൺ എബോ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന കളികൾ പ്ലേസ് ഏത് ഗെയിംസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് വൺ ഗോലിയാണല്ലേ. നെക്സ്റ്റ് എന്താണ്? കുളംകര അല്ലേ. തേർഡ് ഹൈഡ് ആൻഡ് സീക്ക് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻറ്റ്. ഇതുപോലെയുള്ള ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ്? കായികശേഷി കൂട്ടുന്നു. നമുക്ക് വീണ്ടും വീണ്ടും കളിക്കാനുള്ള ഒരു എബിലിറ്റിയെ വളർത്തിക്കൊണ്ടുവരും. പിന്നെ എന്താണ്? അതുപോലെ തന്നെ എന്താണ്? ഇംപ്രൂവ് മെൻ്റൽ ഹെൽത്ത് അല്ലേ. എന്താണ്? മെൻ്റൽ സ്ട്രെങ്ത്, മാനസികാരോഗ്യം ഒക്കെ എന്താണ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. പിന്നെന്താണ്? നമുക്ക് ഡിക്രീസ് എന്താണ് ഡിസീസസ് അല്ലേ. അസുഖങ്ങൾ കുറയ്ക്കുന്നു. പിന്നെന്തൊക്കെയാണ്? ഇൻക്രീസ് കോൺഫിഡൻസ് അല്ലേ. നമ്മൾ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. വാട്ട് ആർ ദ അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. ശരിയായ ഭക്ഷണശീലം. പിന്നെയോ നെക്സ്റ്റ് എന്താണ്? സഫിഷ്യൻറ്റ് സ്ലീപ്പ്. ആവശ്യത്തിനുള്ള ഉറക്കം. പിന്നെന്താണ്? എക്സസൈസ് അല്ലേ. നമുക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെന്താണ്? ഡ്രിങ്ക് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക അല്ലേ. വാട്ട് ആർ ദ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. എന്താണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്? എന്താണ് ശരിയായ ഭക്ഷണശീലം എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡായിരിക്കണം അല്ലേ നമ്മൾ കഴിക്കേണ്ടത്. പിന്നെയോ ഹൗ ഡു യു സ്ലീപ്പ് ഹാബിറ്റ് എഫക്റ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ഉറക്കല്ലേ, നമ്മൾ ഉറങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? നമുക്ക് നല്ല പോലെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് അസുഖങ്ങൾ വരൂല്ലേ. അപ്പോൾ ഒരുപാട് അതിൻ്റെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങുകയും എഴുന്നേൽക്കുകയൊക്കെ ചെയ്താലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് കിട്ടുള്ളൂ. വെൻ ഷുഡ് വി ഗോ ടു ബെഡ്? ഹൗ ലോങ് ഷുഡ് വി സ്ലീപ്പ്? If we don't practice good sleep habits, what health problems will we face?
എന്താ ചോദിക്കുന്നത്, നമ്മളെപ്പോഴാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്, അതുപോലെ എത്ര ടൈം ഉറങ്ങണം, അങ്ങനെ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ്, പുവർ സ്ലീപ്പ് ഹാബിറ്റ്സ് ക്യാൻ ലീഡ് ടു എ നമ്പർ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ. ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും. എങ്ങനത്തെ അസുഖങ്ങളാണ്, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവും, നമ്മൾ വീക്കായിരിക്കില്ലേ, നമുക്കൊരു കാര്യം നല്ല ഉഷാറോട് കൂടി ചെയ്യാൻ കഴിയില്ല അല്ലേ, നമ്മൾ ഭയങ്കര വീക്കായിട്ട് സ്ട്രെങ്ത്ലെസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ നടക്കൂലേ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ബൈ ഗാദറിങ് ഇൻഫർമേഷൻ ഫ്രം ഹെൽത്ത് കെയർ ആൻഡ് പ്രൊഫഷണൽസ് അബൌട്ട് ദീസ് ഇഷ്യൂസ്. എന്താണ്, ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഹെൽത്ത് കെയറിലെ പ്രൊഫഷണൽസുമായിട്ട്, ആരോഗ്യ വിദഗ്ധരുമായിട്ട് അവരുടെ ഇതിൽ നിന്ന് ആ വിവരങ്ങൾ ശേഖരിച്ചാണ്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആക്റ്റീവ് ഗ്രൂപ്പ് ഗെയിംസ് ആൻഡ് സഫിഷ്യൻറ്റ് സ്ലീപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ശരിയായ ഭക്ഷണശീലവും എന്താണ് ഗെയിംസും അതുപോലെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉറക്കവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് അല്ലേ, കാലാവസ്ഥയും വസ്ത്രവും. ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ട് സം ബുക്സ് ടു ദ സ്റ്റുഡൻസ് ഫ്രം ദ സ്കൂൾ ലൈബ്രറി. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ കവർ ഓഫ് ദി ബുക്ക് ദാറ്റ് കുട്ടൻസ് ഗോട്ട്. ടീച്ചർ എന്താണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തു. അപ്പോൾ കുട്ടന് കിട്ടിയ ബുക്കിൻ്റെ പുറംചട്ടയിലെ ചിത്രം നോക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ക്ലോത്ത്സ് വോൺ ബൈ ദ ചൈൽഡ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന കുട്ടി ഏത് തരം വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, നമ്മൾ വിൻ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണല്ലേ അത് ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഷൂ ഇട്ടിട്ടുണ്ട്, ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിൻ്ററിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണല്ലേ യൂസ് ചെയ്യാറ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ വിയറിങ് സച്ച് ക്ലോത്ത്സ്. ഇങ്ങനെ ഉള്ള വസ്ത്രം ധരിക്കാൻ എന്താ കാരണം, നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാതാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് നിലനിർത്താൻ വേണ്ടി നമ്മളെ ശരീരം നമ്മൾ മൊത്തം കവർ ചെയ്യൂലേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വിൻ്റർ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഓൾ ഫാബ്രിക്സ് സെയിം. ഇതുപോലെ എല്ലാ തുണികളും ഒരുപോലെയാണ്, ഒരുപാട് തുണികളുണ്ട് അല്ലേ, അതൊക്കെ ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഡു യു നോ. ഏതൊക്കെ തരത്തിലുള്ള തുണികൾ നിങ്ങൾക്ക് അറിയാം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, കോട്ടൺ ആൻഡ് പോളിസ്റ്റർ. വേറെ ഏതൊക്കെയാണ്, വൂൾ ഉണ്ട് അല്ലേ, വൂൾ, അതുപോലെ സിൽക്ക് അല്ലേ. വൂൾ എന്ന് പറഞ്ഞാൽ കമ്പിളിയില്ലേ, നമ്മൾ അനിമൽസിൻ്റെ ഒക്കെ ആ സ്കിന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത്. സിൽക്ക് എന്താണ്, നമ്മൾ വേമിൽ നിന്നുണ്ടാക്കുന്നത് അല്ലേ, സിൽക്ക് വേമിൽ നിന്നാണ് സിൽക്ക് പറഞ്ഞാൽ ക്ലോത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ഫീച്ചേഴ്സ് ഷുഡ് ബി ദ ക്ലോത്ത്സ് ദാറ്റ് വി വിയർ ഡ്യൂറിങ് സമ്മർ ഹാവ്. നമ്മൾ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി. ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നവയായിരിക്കണം. ദർ ഷുഡ് ബി ഇൻ്റർവേവ് ഗ്യാപ്പ് ടു എൻഷുർ ഫ്ലോ ഓഫ് എയർ. എന്താ പറയുന്നത്, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇഴയ അകലങ്ങൾ ഉള്ളതായിരിക്കണം അല്ലേ ക്ലോത്ത്. പിന്നെയോ ലൈറ്റ് കളേർഡ് ആയിരിക്കണം അല്ലേ. എന്താണ് ലൈറ്റ് കളേർഡ് ആയിരിക്കണം എന്ന് പറയുന്നത്, ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് അബ്സോർബ് ലെസ് ദാൻ ഹീറ്റ് ദാൻ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് അല്ലേ. അത് ചൂടിനെ അബ്സോർബ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും ലൈറ്റ് കളേഴ്സിന്. വിച്ച് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഹാവ് ദീസ് ഫീച്ചേഴ്സ് ദ മോസ്റ്റ്. ഈ സവിശേഷതകളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സമ്മർ സീസണിൽ നമ്മൾ വെയർ ചെയ്യുന്ന ക്ലോത്ത്സിൻ്റെ ഫീച്ചേഴ്സ് ഏത് ക്ലോത്ത്സിനാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത്. കോട്ടൺ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ്. കോട്ടൺ ക്ലോത്ത്സിനാണോ അതോ പോളിസ്റ്റർ ക്ലോത്ത്സിനാണോ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ലെറ്റ്സ് എക്സ്പെരിമെൻറ്റ്. ടേക്ക് എ പീസ് ഓഫ് കോട്ടൺ ആൻഡ് എ പോളിസ്റ്റർ ഫാബ്രിക് ഓഫ് ഈക്വൽ സൈസ്. Take equal quantity of water into glasses and dip each cloth piece completely in the water. എന്താ പറയുന്നത്,
പരുത്തിയുടെയും അതുപോലെ കോട്ടൻ്റെയും അതുപോലെ പോളിസ്റ്ററിൻ്റെയും 2 തുണിക്കഷ്ണങ്ങൾ ഒരേ മെഷർമെൻറ്റിൽ ഒരേ അളവിലുള്ള 2 തുണിക്കഷ്ണങ്ങൾ എടുത്തിട്ട് അതുപോലെ ഒരേ വലിപ്പമുള്ള 2 ഗ്ലാസ്സിൽ ഈക്വൽ വാട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിൽ ആ തുണി മുക്കി വയ്ക്കണം അല്ലേ. ടേക്ക് ദം ഔട്ട് ആഫ്റ്റർ 1 മിനിറ്റ്, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അവ പുറത്തെടുക്കുക. എന്നിട്ട് ഒബ്സർവ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ലെഫ്റ്റ് ഇൻ ഈച്ച് ഗ്ലാസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ വന്നിട്ടുള്ള മാറ്റം നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്, നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്, ഡിസ്കസ് ദ റീസൺ, എന്താണ് കണ്ടെത്തിയത്, നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഏത് ഗ്ലാസ്സിലെ വെള്ളമാണ് കുറഞ്ഞു പോയതെന്ന് നോക്കുക. ഓക്കെ, വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ ദ റെയിനി സീസൺ, മഴക്കാലത്ത് അപ്പോൾ ഏത് തരം ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ക്ലോത്ത്സ് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി, പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കണം. പിന്നെയോ ചൂസ് ഡാർക്ക് കളേഴ്സ്, എന്താണ് ചൂസ് ഡാർക്ക് കളേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്, ഡാർക്ക് കളേഴ്സ് ആർ ലെസ് ലൈക്ലി ടു ഷോ സ്റ്റെയിൻസ് ആൻഡ് മഡ്സ് അല്ലേ. അതിൽ പെട്ടെന്ന് ചളിയായാലും വെള്ളമായാലും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ വിയർ ലൂസ് ക്ലോത്ത്സ്, എന്താണ് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഇറുകി പിടിച്ചതൊന്നും ധരിക്കാതിരിക്കുക. ദ ഷീപ്പ് ആൻഡ് ദ പോളാർ ബെയർ ദാറ്റ് ലിവ് ഇൻ കോൾഡർ ക്ലൈമറ്റ്സ് ഹാവ് എ തിക്ക് കോട്ട് ഓഫ് ഫർ ദാറ്റ് ഹെൽപ്സ് ദം സർവൈവ് ദ കോൾഡ്. എന്താ പറയുന്നത്, തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട് അതുപോലെ ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് അതിനെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് കട്ടിയുള്ള രോമമാണ് ഉള്ളത്. ഫോർ പെൻഗിൻസ് ദെയർ ഫീച്ചേഴ്സ് പ്രൊട്ടക്ട് ദം ഫ്രം ദ കോൾഡ്. പെൻഗിനുകളാണെങ്കിലോ അവയ്ക്ക് എന്താണ്, അവരുടെ തൂവലുകളാണ് തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്നത്. ദ ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ദ സ്കിൻ ഓഫ് ദെയർ ക്രീച്ചേഴ്സ് ഫൗണ്ട് ഇൻ സച്ച് ഏരിയാസ് ആൾസോ പ്രൊട്ടക്ട്സ് ദം ഫ്രം ദ കോൾഡ്. എന്താ പറയുന്നത്, ഇത്തരം കോൾഡ് ഏരിയസിൽ ഉള്ള ജീവികൾക്ക് എന്താണ് അവരുടെ തൊലിയുടെ അടിയിൽ കൊഴുപ്പിൻ്റെ പാളി എന്താണ് അവരെ ഈ തണുപ്പിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്, കൊഴുപ്പിൻ്റെ പാളി കേട്ടോ. നെക്സ്റ്റ് എന്താണ്, റോഡ് ആൻഡ് സറൗണ്ടിങ്സ്, എന്താണ് റോഡും പരിസരവും. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് വാക്ക് ടു ഗെറ്റ് ഓൺ ദ സ്കൂൾ ബസ് ആഫ്റ്റർ ദ ക്ലാസ്. എന്താണ് ക്ലാസ്സിന് ശേഷം കുട്ടനും കൂട്ടുകാരും എന്താണ് ബസ്സിൽ കയറാനായിട്ട് നടന്നു. അപ്പോൾ എന്താണ് അവിടെ കാണുന്നത്, ആ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്, ആ റോഡിലൂടെ വണ്ടി പോകുന്നുണ്ടല്ലേ, പിന്നെ കുട്ടികൾ ക്രോസ് ചെയ്യണമല്ലേ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സീബ്ര ക്രോസ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. വാട്ട് ഷുഡ് ബി ടേക്ക് കെയർ ഓഫ് വെൻ വി വാക്ക് എലോങ് ദ സൈഡ് ഓഫ് ദി റോഡ്. എന്താ പറയുന്നത്, റോഡിൻ്റെ സൈഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. വാക്ക് എലോങ് ദ റൈറ്റ് സൈഡ്, എന്താണ് വലത് വശത്തു കൂടെയാണ് നടക്കേണ്ടത്. ഡോണ്ട് വാക്ക് ക്ലട്ടേഡ്, എന്താ പറയുന്നത്, ഒരുപാട് കൂട്ടം കൂടിയാണ്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുമല്ലോ റോഡിൻ്റെ സൈഡിലൂടെ, അങ്ങനെ നടക്കാൻ പാടില്ല. പിന്നെയോ വാക്ക് ഓൺലി എലോങ് ദ ഫുട് പാത്ത് ഇഫ് ഇറ്റ് ഈസ് ദർ. എന്താ പറയുന്നത്, റോഡിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ നടപ്പാത കണ്ടിട്ടില്ലേ, ഫുട് പാത്ത് കണ്ടിട്ടില്ലേ, അതിലൂടെയാണ് നടക്കേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫോളോ റോഡ് സൈൻസിലെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അതൊക്കെ ഫോളോ ചെയ്യുക. പിന്നെയോ വിയർ റിഫ്ലക്റ്റീവ് ഫാബ്രിക്സ് ഓർ മെറ്റീരിയൽസ്, എന്താണ് നല്ല ലൈറ്റ് കളറുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. എന്തിനാണ് ലൈറ്റ് കളേർഡായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് നമ്മളെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് നമ്മളെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ, അയാൾക്ക് നമ്മളെ പെട്ടെന്ന് കണ്ടാൽ നമ്മളെ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റൂ അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. വാക്കിംഗ് എലോങ് ദ റൈറ്റ് സൈഡ് ഈസ് സേഫ്. There are more chances for accident when you walk along the left side. Why is this so? Discuss. എന്താണ് റോഡിൻ്റെ വലത് സൈഡിലാണ് നടക്കുന്നത് നല്ലത്, ഇടത് വശത്ത് കൂടെ നടക്കുകയാണെങ്കിൽ എന്താണ് അപകടത്തിന് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. We can see vehicles coming from the opposite side when we walk along the right side of the road. The vehicles coming from behind us are on the left side of the road and hence the chances of accident are less. എന്താ പറയുന്നത്, റോഡിൻ്റെ വലത് വശം ചേർന്ന് നടക്കുമ്പോൾ എന്താണ് നമുക്ക്
വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ്, പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് എന്താണ്, ഇടതുവശത്ത് കൂടെ പോകുന്നതിനാൽ നമുക്ക് ആക്സിഡൻറ്റുകളൊന്നും പറ്റില്ല. വൈ ആർ സീബ്ര ലൈൻസ് മാർക്ക്ഡ് ഓൺ ദ റോഡ്? എന്തിനാണ് റോഡിൽ സീബ്ര ലൈൻസ് കൊടുത്തിരിക്കുന്നത്? സീബ്ര ലൈൻസ് ആർ ഫോർ പെഡിട്രിയൻസ് ടു ക്രോസ് ദി റോഡ്. എന്താണ്, കാൽനടക്കാർക്ക് റോഡ് മുറിച്ച് കടക്കുവാനുള്ള ഒരു ഇതാണ് എന്ത്, സീബ്ര ലൈൻസ്. അവിടെ എന്താണ്, നമുക്ക് റോഡ് മുറിച്ച് കിടക്കേണ്ടടുത്ത് എന്ത് ചെയ്യും, സീബ്ര ലൈൻസ് വരയ്ക്കും. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ദ ബോത്ത് സൈഡ് ഓഫ് ദി റോഡ് ആൻഡ് മെയ്ഡ് ഷുവർ ദാറ്റ് വെഹിക്കിൾസ് were not coming. They crossed the road through the zebra line and boarded the bus keeping a queue. എന്താണ്, കുട്ടികൾ എന്താണ്, വണ്ടി വരുന്നുണ്ടോയെന്ന് രണ്ട് സൈഡിലേക്കും നോക്കി ഉറപ്പ് വരുത്തിയിട്ട് എന്താണ്, സീബ്ര ലൈൻ മുറിച്ച് വരി വാരിയായി എന്താണ് ബസ്സിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ഡിഡ് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടൺ ഓൺ ദ ബസ്? എന്താണ് ബസ്സിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡോണ്ട് പുട്ട് യുവർ ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട്സൈഡ് ദ ബസ് എന്നാണ്, കയ്യും തലയൊന്നും പുറത്തിടരുത് എന്നാണ് ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ്? അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യണം. ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഡോണ്ട് ലീപ് ഇൻ ടു മൂവിങ് വെഹിക്കിൾസ് ടു ഗെറ്റ് ഓൺ എന്നാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ എന്താണ്, ഓടിക്കയറരുത്, ചാടിക്കയറരുത്. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾസ് സ്റ്റോപ്പ് മൂവിങ് എന്നാണ്, വാഹനങ്ങൾ നിർത്തിയതിന് ശേഷം മാത്രമേ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? ചൂസ് യുവർ സീറ്റ് കെയർഫുള്ളി. നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ സീറ്റിൽ കറക്റ്റായിട്ട് ഇരിക്കുക. പിന്നെ ത്രോയിങ് ഒബ്ജക്റ്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ഓഫ് ദി വെഹിക്കിൾസ്. വണ്ടികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ, അതേമാതിരി നമ്മൾ മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവറ്, ബോട്ടിൽസ് ഒന്നും പുറത്തേക്ക് എറിയാണ്ടിരിക്കുക. ഇനി ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, എന്താണത്? ആക്സിഡൻറ്റ്സ് വിൽ ബി ഹാപ്പൻ ഇഫ് യു ഡോണ്ട് ഒബേ ട്രാഫിക് റൂൾസ്. എന്താ പറയുന്നത്? റോഡ് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും എന്നാണ് പറയുന്നത്? ആക്സിഡൻറ്റ്സ്, അപകടങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ട്രാഫിക് റൂൾസ്? ഒരുപാട് ട്രാഫിക് റൂൾസ് ഉണ്ട്, അത് നമ്മൾ വഴിയെ പഠിക്കും. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ കോസസ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്? റോഡ് അപകടങ്ങൾ ഉണ്ടാവാൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ താഴെ കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ സ്പീഡ് അല്ലേ, അമിതവേഗം. പിന്നെയോ കെയർലെസ് ഡ്രൈവിങ്, ഡ്രൈവറുടെ അശ്രദ്ധ അല്ലേ, അശ്രദ്ധമായിട്ട് ശ്രദ്ധയില്ലാണ്ട് വണ്ടി ഓടിക്കുക അല്ലേ. ഡിസ്റിഗാർഡിങ് വാർണിംഗ് സൈൻസ് ബോർഡ്സ്, എന്താണ്, നമുക്കിങ്ങനെ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടാവും റോഡിൻ്റെ സൈഡിലൊക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും അനുസരിക്കാതെ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ നോട്ട് പേയിങ് അറ്റൻഷൻ ടു ട്രാഫിക് സിഗ്നൽസ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഈ ട്രാഫിക് സിഗ്നലിലുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, അതിന് ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? റോഡ് കണ്ടീഷൻസ് ക്യാൻ കോസസ് ആക്സിഡൻറ്റിലെ, റോഡിലുള്ള കുണ്ടും കുഴികളൊക്കെ എന്താണ്, ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാൻ കാരണമാവും. പിന്നെയോ വെതർ കണ്ടീഷനിലെ, നമ്മൾ കേട്ടില്ലേ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ് കൂടുന്നത്. മഴയൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ കണ്ണൊന്നും കാണില്ല, അതുകൊണ്ടാണ് വെതർ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത്. പിന്നെന്താണ്? അവോയ്ഡിങ് സേഫ്റ്റി ഗിയേഴ്സ് ലൈക്ക് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റിൽ, നമുക്ക് എന്താ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ്, അതുപോലെ ഹെൽമെറ്റൊക്കെ ധരിക്കും. അങ്ങനെ ധരിക്കാതെ അത് അവോയ്ഡ് ചെയ്താൽ എന്തുണ്ടാവും? ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. When they reached the junction, the children's attention was on the traffic signals light. എന്താണ്, ടൗണിലെത്തിയപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ എന്തിലേക്കായി? ട്രാഫിക് സിഗ്നലിൻ്റെ ലൈറ്റിലേക്കായി. വാട്ട് ഡസ് ഈച്ച് കളർ ആൻഡ് സൈൻ ഓഫ് ദി സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റ്? ഇവിടെ തന്നിരിക്കുന്ന സിഗ്നൽ ലൈറ്റിലെ നിറങ്ങളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, റെഡ് ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്റ്റോപ്പ്, വെഹിക്കിൾസ് ഒന്നും പാസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സ്റ്റോപ്പ്. യെല്ലോയോ? വെയിറ്റ്. ഗ്രീൻ? ഗോ. ഇനി റെഡ് ഹാൻഡ് എന്താണ് കാണിക്കുന്നത്? ഡോണ്ട് വാക്ക് അല്ലേ. ഇനി അവിടെ ലാസ്റ്റ് വൺ എന്താണ്? വാക്ക് ചെയ്യാനുള്ള, പെഡസ്ട്രേഷനിലുള്ള സമയമാണല്ലേ, വാക്ക് ചെയ്യാനുള്ള സമയമാണ്, ക്രോസ് ചെയ്യാൻ. എന്താണ്?
Some of the signs that the children saw along the side of the road and given below. കുട്ടികൾ കണ്ടിട്ടുള്ള നടന്നു പോകുമ്പോൾ കണ്ടിട്ടുള്ള അടയാളങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് വാട്ട് ദീസ് സൈൻ ഇൻഡിക്കേറ്റ് ആൻഡ് റൈറ്റ് ദം. ആ ചിത്രത്തിൽ കാണുന്ന അടയാളങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? ഹോസ്പിറ്റൽ എഹെഡ് അല്ലേ? സമീപത്തായിട്ട് ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സൈനാണത്. നെക്സ്റ്റ് എന്താണ്? സ്കൂൾ എഹെഡ്, തൊട്ടടുത്ത് സ്കൂൾ ഉണ്ട് എന്ന് പറയാനുള്ള സൈനാണത്. തേർഡ് വൺ എന്താണ്? നോ ഹോൺ, അവിടെ വണ്ടികളുടെ ഹോണൊന്നും അടിക്കാൻ പാടില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആ സൈൻ കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ എന്താണ്? നോ പാർക്കിംഗ്, അവിടെ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ സൈനാണത്. ഫൈൻഡ് മോർ ട്രാഫിക് സൈൻസ് ആൻഡ് ഡ്രോ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. കൂടുതൽ ഇതുപോലുള്ള ട്രാഫിക് സൈൻസ് കണ്ടെത്തി EVSൻ്റെ ബുക്കിൽ വരച്ച് ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലെറ്റ്സ് ഡ്രൈവ് എ വെഹിക്കിൾ, നമുക്ക് വാഹനം ഓടിക്കാം. ഷാൾ വി പ്ലേ എ ട്രാഫിക് ഗെയിം, എന്താണ് നമുക്കൊരു വാഹനത്തിൻ്റെ ട്രാഫിക്കുള്ള ഒരു ഗെയിം കളിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. ഡ്രോ റോഡ്സ് ഓൺ ദി സ്കൂൾ ഗ്രൗണ്ട് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. സ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടല്ലേ, അതുപോലെ എന്ത് ചെയ്യാം? റോഡ് വരയ്ക്കാൻ. ഡ്രോ എ സീബ്ര ലൈൻസ് ഇൻ ടു 2 or 3 places ഓൾസോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 1 or 2 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം. എന്നിട്ടോ 1 child can be the traffic police person. എന്നിട്ട് ഒരു കുട്ടി എന്ത് ചെയ്യണം? പോലീസ് ആവണം. 3 children can be ready with the sign roads of red, യെല്ലോ ആൻഡ് ഗ്രീൻ സൈൻസ്. എന്താ പറയുന്നത്? ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളായി 3 കുട്ടികളും കൂടെ നിൽക്കണം. പിന്നെയോ സം ഓഫ് യു മേ ആക്ട് ആസ് വെഹിക്കിൾസ്. കുറച്ച് പേരെന്ത് ചെയ്യണം? വാഹനങ്ങളാവണം. ദ റെസ്റ്റ് ഓഫ് ദി പ്ലേയേഴ്സ് ക്യാൻ ബി പെഡസ്ട്രിയൻസ്. എന്താണ്? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യണം? കാൽനടക്കാരും കൂടെ ആവണം. നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. Vehicles should run through the road. Vehicles should move only strictly following the traffic rules. എന്താണ് പറയുന്നത്? ഇനി കളി തുടങ്ങാം. എന്താണ്? വാഹനങ്ങൾ എന്ത് ചെയ്യണം? റോഡിലൂടെ ഓടുക. റോഡ് നിയമങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഒബേ ചെയ്തിട്ട് വേണം എന്ത് വാഹനങ്ങൾ ഓടാൻ വേണ്ടിയിട്ട്. കുഡ് എവ്രി വൺ ഫോളോ ദ റൂൾസ്. എന്നിട്ട് എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ഡിഡ് എനി ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഓൺ ദ റോഡ്. എന്നിട്ട് റോഡിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ. റൈറ്റ് ആൻഡ് എക്സ്പീരിയൻസ് നോട്ട് ആഫ്റ്റർ ദ ഗെയിം. ഈ ഗെയിം കളിച്ചതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫസ്റ്റ് എയ്ഡ് അല്ലേ? പ്രഥമ ശുശ്രൂഷ. കുട്ടൻ റീച്ച്ഡ് ഹോം. കുട്ടൻ എന്താണ്? വീട്ടിലെത്തി. ഹി വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. എന്താണ്? അവൻ കളിക്കുകയാണല്ലേ, മുറ്റത്ത് കളിക്കുകയാണ്. സ്റ്റംബ്ലിംഗ് ഓൺ എ റോക്ക് കുട്ടൻ ഫെൽ ഡൗൺ വൗണ്ടഡ് ഹിസ് നീ ആൻഡ് ബ്ലഡ്. എന്താ പറയുന്നത്? അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലിൽ തട്ടിയിട്ട് കുട്ടൻ താഴെ വീണ് കുട്ടൻ്റെ കാൽമുട്ട് മുറിഞ്ഞ് ചോര വന്നു. മദർ കെയിം ഹാഷ്ലി. ഷീ വാഷ്ഡ് ദ വോൺ ഇൻ റണ്ണിങ് വാട്ടർ. എന്താണ്? അമ്മ പെട്ടെന്ന് വന്നിട്ട് എന്താണ്? വെള്ളത്തിൽ മുറിവ് കഴുകി. നെക്സ്റ്റ് എന്താണ്? ദ ലെഗ് വാസ് കെപ്റ്റ് ലിഫ്റ്റഡ്. ദ വൗണ്ട് വാസ് വാട്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ടു സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിങ്. എന്താ പറയുന്നത്? എന്നിട്ട് കാലിങ്ങനെ ഉയർത്തി വെച്ച്, ലിഫ്റ്റ് ചെയ്ത് ഉയർത്തി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? മുറിവ് കെട്ടിയൊരു തുണി കൊണ്ട്. എന്തിനാണ്? ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ടില്ലേ, ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുന്നത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുത്തു. കുട്ടൻ വാസ് ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബിക്കോസ് ദ വൗണ്ടഡ് വാസ് ഡീപ്പ്. എന്നാണ്? എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടന് മുറിവ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? ആശുപത്രിയിൽ എത്തിച്ചു. ദ വൺ വാസ് ക്ലീൻഡ്. മെഡിസിൻ വാസ് അപ്ലൈഡ് ആൻഡ് ബാൻഡേജ്ഡ്. എന്താണ്? മുറിവ് വൃത്തിയായിട്ട് എന്ത് ചെയ്തു? കെട്ടിയിട്ട് അത് ബാൻഡേജ് വെച്ച് കെട്ടിയിട്ട് അതിൽ മരുന്നൊക്കെ വെച്ചു. യു ഹാവ് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഹാവ് യു. നിങ്ങളെ ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ വായിച്ചു നോക്കിയില്ലേ? വാട്ട് ഡിഡ് ദ മദർ ഡു വെൻ കുട്ടൻ ഹാഡ് ആൻ ഇഞ്ചുറി. കുട്ടന് പരിക്ക് പറ്റിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തത് നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെയാണ്? വാഷ്ഡ് ദ വൂണ്ട് അല്ലേ? എന്താണ്? മുറിവ് കഴുകി. പിന്നെ എന്താ ചെയ്തത്? ദ ലെഗ് വാസ്
കെപ്റ്റ് ലിഫ്റ്റഡ്, എന്താണ് കാല് ഉയർത്തി വെച്ചു അല്ലേ. പിന്നെയോ ദ വൂണ്ട് വാസ് വാപ്ഡ് വിത്ത് എ ക്ലീൻ ക്ലോത്ത്, എന്താണ് മുറിവ് എന്നിട്ടൊരു തുണി വെച്ചിട്ട് കെട്ടിക്കൊടുത്തു. പിന്നെ ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ, ശേഷം എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മദർ ഡിഡ് ഓൾ ദിസ് ബിഫോർ റീച്ചിങ് ദ ഹോസ്പിറ്റൽ ഡിഡിൻ ഷീ അല്ലേ. എന്താണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പല്ലേ അമ്മ ഇതൊക്കെ ചെയ്തത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദിസ് ഫസ്റ്റ് എയ്ഡ് വെൻ ഹീ വാസ് വൂണ്ടഡ്, മുറിവ് പറ്റിയപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തൂലേ, പ്രഥമ ശുശ്രൂഷ നൽകി. അപ്പം എന്തൊക്കെ ബെനഫിറ്റാണ് ഉണ്ടായത്. വാസ് ഏബിൾ ടു ലിമിറ്റ് പാത്തോജൻസ് ഫ്രം റീച്ചിങ് ദ വൂണ്ട്, എന്നാണ് മുറിവിൽ പാത്തോജൻസ് രോഗാണുക്കൾ എത്തുന്നത് എന്ത് ചെയ്തു, തടയാൻ പറ്റിയില്ലേ, കുറഞ്ഞു അല്ലേ. പിന്നെ വാസ് ഏബിൾ ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എന്താണ് ഒരുപാട് രക്തം പോകുന്നത് തടയാൻ പറ്റി അല്ലേ. പിന്നെന്തൊക്കെയായിരിക്കും, റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇഞ്ചുറി, എന്താണ് നമുക്ക് ആ മുറിവ് പറ്റുന്നതിൻ്റെ ആഘാതം എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടൂലേ. പെട്ടെന്നൊരു വേദനയ്ക്കൊക്കെ ഒരു കുറവ് വരൂലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു എ പേഴ്സൺ ആൻഡ് എമർജൻസി സിറ്റുവേഷൻ ബിഫോർ റിസീവിങ് എക്സ്പെർട്ട് മെഡിക്കൽ കെയർ, എന്താണ് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ഡോക്ടറുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ നമ്മൾ അവരെ കെയർ ചെയ്യുന്നതിനെയാണ് എന്ത് നമ്മൾ പറയുക, ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുക. മദർ റീച്ച്ഡ് ഹോം വിത്ത് കുട്ടൻ, അമ്മ എന്ത് ചെയ്തു, കുട്ടനെയും കൊണ്ട് വീട്ടിലെത്തിയില്ലേ. കുട്ടൻ പറയണേ, മദർ വേർ ഡിഡ് യു ലേൺ ഓൾ ദീസ് ഫ്രം, അമ്മ ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചത്, ഈ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്യാൻ എവിടുന്നാണ് പഠിച്ചത്. അപ്പോൾ മദർ എന്താ പറയുന്നത്, ഐ വിൽ ഗിവ് യു എ ബുക്ക് യു ക്യാൻ റീഡ് ഇറ്റ്, ഞാൻ നിനക്കൊരു പുസ്തകം തരാം, നീ അത് വായിച്ചു നോക്കണം എന്നാണ് പറയുന്നത്. കുട്ടൻ റീഡ് ദ ബുക്ക് ദാറ്റ് മദർ ഗേവ് ഹിം, അമ്മ കൊടുത്ത പുസ്തകം എന്ത് ചെയ്തു, കുട്ടൻ വായിച്ചു. ലുക്ക് അറ്റ് ദീസ് പേജസ് ഓഫ് ദി ബുക്ക്, എന്താണ് പറയുന്നത്, കുട്ടൻ വായിച്ച ഈ പുസ്തകത്തിൻ്റെ പേജസ് താഴെ തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് അതിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രൂസിയേഴ്സ്, ബ്രൂസിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചതവ് അല്ലേ. പ്ലേസ് ക്ലോത്ത് സോക്കഡ് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് പാക്ക് ഓൺ ദ എഫക്റ്റഡ് ഏരിയ, എന്ത് ചെയ്യുക, ചതവ് പറ്റിയ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഐസ് പാക്കോ വയ്ക്കുക. ദിസ് വിൽ അലീവിയേറ്റ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ, എന്താണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ വേദനയും അതുപോലെ നീർക്കെട്ടൊക്കെ കുറയും. അടുത്തത് എന്താണ്, ഹൗഎവർ ഇഫ് ദർ ഈസ് എ ഫ്രാക്ചർ ഇറ്റ് ഈസ് നെസസറി ടു കൺസൾട്ട് എ ഡോക്ടർ, നമ്മുടെ ബോണിന് എന്തെങ്കിലും ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ പൊട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഡോക്ടറെ കാണണം. പക്ഷേ ബിഫോർ ദാറ്റ് ദ അഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി ടൈഡ് വിത്ത് എ വൂഡൻ സ്കെയിൽ, എന്താണ് പറയുന്നത്, ആ പൊട്ട് പറ്റിയ ഭാഗത്ത് എന്ത് ചെയ്യണം, ഒരു മരത്തിൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ് ദ പാർട്ട് സ്റ്റേബിൾ, ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ നീളത്തിൽ ഇരിക്കുമ്പോൾ അത് ഇളകാതിരിക്കാനില്ലേ, ഇളകിയിട്ട് കൂടുതൽ ഇഞ്ചറിയിലേക്ക് പോവാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കുട്ടൻ, ദിസ് ബുക്ക് സേസ് ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് കമ്പൾസറി ബി കെപ്റ്റ് ഇൻ വെഹിക്കിൾസ് ആൻഡ് സ്കൂൾസ്, എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്ത്, ഈ ഫസ്റ്റ് എയ്ഡ് ബുക്ക് എന്ത് ചെയ്യണം, സ്കൂളിലും അതുപോലെ വെഹിക്കിൾസിലും കമ്പൾസറി ആയിട്ട് കെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സി വാട്ട് ഓൾ തിങ്സ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഗിവൺ ബിലോ, റൈറ്റ് ഡൗൺ ദ യൂസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ്, കുറച്ച് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാകുന്ന ഐറ്റംസ് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഉപയോഗം യൂസസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയുള്ള സീസേഴ്സിലെ കത്രികേൻ്റെ യൂസ് എന്താണ്, യൂസ്ഡ് ടു കട്ട് ക്ലോത്ത് ഓർ ബാൻഡേജസിലെ കോട്ടൺ, പിന്നെ ക്ലോത്ത്, ബാൻഡേജസ്, സോപ്പ്, പിൻ, വുഡൻ സ്കെയിൽ, മരത്തിൻ്റെ സ്കെയില്, സ്നീസേഴ്സ്, എന്താണ് ചവണ അല്ലേ. അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം നമുക്ക്, ഗ്ലൗസ്, അതുപോലെ എന്താണ് തെർമോമീറ്റർ അല്ലേ, അതൊക്കെ ഉൾപ്പെടുത്താം. അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, സിസേഴ്സ് കത്രികേൻ്റെ യൂസ് എന്താണ്, യൂസ്ഡ് ടു കട്ട് ക്ലോത്ത്സ് ഓർ ബാൻഡേജ് അല്ലേ, ബാൻഡേജും ക്ലോത്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോട്ടൺ എന്തിനാണ്, യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് വൈപ്പ് വോൺസ്, എന്താണ് മുറികളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കോട്ടൺ ഉപയോഗിക്കുന്നത്, പഞ്ഞി അല്ലേ. ക്ലോത്ത് യൂസ്ഡ് ടു വാപ്പ്, എന്താണ്
തുടയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ, മുറിയൊക്കെ പറ്റുമ്പോൾ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഉപയോഗിക്കും. പിന്നെ ബാൻഡേജ് യൂസ്ഡ് ടു റാപ്പ് എറൗണ്ട് ഓർ ബ്രൂസീസ് എന്താണ്, മുറികളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചതവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാൻഡേജ് ഉപയോഗിക്കുന്നത്. സോപ്പ് എന്താണ്, ടു വാഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. പിന്നെ എന്തിനാണ്, യൂസ്ഡ് ടു ബൈൻഡ് ബാൻഡേജസ് ടുഗദർ, എന്താണ് ബാൻഡേജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, പിന്നെ ഉപയോഗിക്കും. പിന്നെ വുഡൻ സ്കെയിൽ എന്താണ്, മരത്തിൻ്റെ സ്കെയിലിൻ്റെ യൂസ് എന്താണ്, ടൈ ടു സ്റ്റേബിൾ, നമ്മൾ വെച്ച് നീളത്തിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടില്ലേ. സ്നീസേഴ്സ് എന്താണ്, റിമൂവ് ഒബ്ജക്റ്റിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടില്ലേ. പിന്നെ ഗ്ലൗസിൻ്റെ ഉപയോഗം എന്താണ്, ടു പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ അല്ലേ, നമുക്ക് നമ്മുടെ കയ്യിലൂടെ ഇൻഫെക്ഷനും പാത്തോജൻസും ഒക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്ലൗസ് യൂസ് ചെയ്യും അല്ലേ. പിന്നെയോ തെർമോമീറ്റർ എന്താണ്, മെഷറിങ് ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് താപനില അളക്കാനുള്ള ഒരു ഉപകരണമാണ് എന്ത്, തെർമോമീറ്റർ. വാട്ട് ആർ ദ അതർ സിറ്റുവേഷൻ ഇൻ ഡെയിലി ലൈഫ് ഇൻ വിച്ച് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ, എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫസ്റ്റ് എയ്ഡ് നൽകേണ്ട സിറ്റുവേഷൻസ് വേറെ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. എന്താണ്, ഫെയിൻറ്റിങ് അല്ലേ, തല ചുറ്റി വീഴുക, ബേൺസ് എന്താണ്, പൊള്ളുക, അതുപോലെ ചോക്കിങ് എന്താണ്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുക. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇലക്ട്രിക് ഷോക്സിലെ നമുക്ക് വൈദ്യുതാഘാതമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ. പിന്നെന്താണ്, ഫുഡ് അലർജീസ്, ഫുഡിൽ നിന്നുണ്ടാകുന്ന അലർജി. പിന്നെ എന്താണ്, ഫോൾസ് ഓർ ആക്സിഡൻസിലെ നമ്മൾ എവിടെന്നെങ്കിലും വീഴോ നമുക്ക് എന്തെങ്കിലും പറ്റുകയൊക്കെ ചെയ്യുക അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ മരത്തിൽ നിന്നൊക്കെ വീഴില്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് എന്താ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. ഇൻവൈറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു യുവർ സ്കൂൾ ടു നോ മോർ അബൌട്ട് ഫസ്റ്റ് എയ്ഡ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളിലേക്ക് ഹെൽത്ത് കെയറിലെ പ്രൊഫഷണൽസിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെക്കുറിച്ച് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാൻ വേണ്ടി അവരെ വിളിക്കണം. റൈറ്റ് ഡൗൺ ദ ഇൻഫർമേഷൻ ഇൻ മൈ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി, എന്നിട്ട് എന്ത് ചെയ്യണം, അവർ പറഞ്ഞു തന്ന വിവരങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ EVSൻ്റെ ബുക്കിൽ എഴുതണം. If the care that is given during the time of emergency situation is not proper, it will cause more harm than good. എന്താണ്, നമ്മൾ ഇങ്ങനെ അപകടങ്ങൾ പറ്റുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഗുണത്തിലേക്കാൾ ഏറെ എന്താണ്, ദോഷമാണ് നമുക്ക് ചെയ്യാല്ലേ. നമുക്കത് അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തിലേക്കാൾ ഏറെ എന്താണ്, നമുക്ക് ദോഷമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് എന്താണ്, പ്ലീസ് ഡോണ്ട് ഡു എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലേ. എന്തൊക്കെയാണ്, ഫസ്റ്റ് എന്താണ് കാണുന്നത്, ഡോണ്ട് റബ് യുവർ ഐസ് ഇഫ് ഡസ്റ്റ് ഫാൾസ് ഇൻ ടു ദം, എന്താണ് കണ്ണിലേക്ക് നമ്മുടെ പൊടി ഡസ്റ്റൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ്, റബ്ബ് ചെയ്യരുതില്ലേ, കണ്ണിങ്ങനെ നമ്മൾ തിരുമ്മരുത്. നെക്സ്റ്റ് എന്താണ്, ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ, എന്താണ് ചെവിയുടെ ഉള്ളിലേക്ക് മറ്റുള്ള സാധനങ്ങളൊന്നും ഇടരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് എ സ്വെല്ലിംഗ് ഡോണ്ട് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി, എന്താണ് നമ്മുടെ തലയിൽ നമുക്ക് ഇന്ന് വീണിട്ടൊക്കെ എന്തെങ്കിലും മുഴകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും അത് ഭയങ്കരമായിട്ട് ഒഴിയരുത്, അമർത്തി തിരുമ്മരുത് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, വിക്ടിംസ് ഓഫ് ആക്സിഡൻറ്റ്സ് മേ have fracture in their bones, do not lift them up suddenly, എന്താണ് അപകടങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ബോൺസൊക്കെ ഫ്രാക്ചർ ആവൂലേ, അപ്പോൾ എന്താണ് അവരെന്താണ് പെട്ടെന്ന് എടുത്ത് നടത്തുകയൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്, ഡോണ്ട് യൂസ് ടൂത്ത് പേസ്റ്റ്, ഹണി എക്സെട്ര ഓൺ ബേൺസ്, നമ്മൾ ബേണായിട്ടുള്ള പൊള്ളിയ ഭാഗത്ത് എന്ത് ചെയ്യാണ്, ടൂത്ത് പേസ്റ്റ് അതുപോലെ ഹണി, തേൻ എന്നിവ തേക്കരുത്, ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഡോണ്ട് റബ് ഓർ അപ്ലൈ ഹീറ്റ് ഓൺ ബ്രൂസിയസ് എന്നാണ് പറയുന്നത്. നമുക്ക് ചതവ് പറ്റിക്കഴിഞ്ഞാൽ എന്താണ് ആ ഭാഗത്ത് ചൂട് വയ്ക്കുകയോ അല്ലെങ്കിൽ റബ്ബ് ചെയ്യുകയോ ചെയ്യരുത്. ഇഫ് സ്റ്റങ് ബൈ ഇൻസെക്ട്സ് സച്ച് ആസ് ബീസ്, കെയർഫുള്ളി റിമൂവ് ദ സ്റ്റിങ്, എന്താ ചെയ്യുക, നമ്മളെ തേനീച്ച പോലുള്ള പ്രാണികൾ നമ്മുടെ കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്ലൈയിങ് ടു മച്ച് ഫോഴ്സ് ഓൺ ദി പാർട്ട് വെർ ഇറ്റ് സ്റ്റങ് ക്യാൻ കോസ് ദ പോയിസൺ ടു ഗോ ഫർദർ ഇൻ ടു ദ ബോഡി, എന്താ ചെയ്യുക, നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റങ്ങിലുള്ള പോയിസൺ നമ്മുടെ ബോഡിയിലേക്ക് വരും. അപ്പോൾ അത് അവിടെ നമ്മൾ കുത്തിയ ഭാഗത്ത് അമിതമായിട്ട് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തും, എന്ത്, പോയിസൺ.
ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി ആസ് ആൻഡ് ദിസ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ കൂട്ടുകാരല്ലേ. വിച്ച് ക്രീച്ചേഴ്സ് ക്യാൻ യു സീ ഇൻ ദ പിക്ചർ? ഇവിടെ 3 പിക്ചർ തന്നിട്ടുണ്ടല്ലേ. അതിലേതെല്ലാം ആരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഫസ്റ്റ് വൺ സ്പൈഡർ, സ്നേക്ക് ആൻഡ് വാസ്പ് അല്ലേ, ബി അല്ലെങ്കിൽ വാസ്പ്. വാട്ട് ദീസ് സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ്? എന്താണ് ഇവരുടെ പ്രത്യേകതകൾ? സ്പെഷ്യാലിറ്റി എന്താണ് സ്പെഷ്യാലിറ്റി? പോയിസണസ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ദം അല്ലേ. അവരെന്ത് ചെയ്യാണ്? അവർക്ക് വിഷം ഉണ്ടാക്കാൻ, അവർ നമ്മൾ കഴിച്ചാൽ അവരുടെ ശരീരത്തിലുണ്ട് വിഷമുണ്ട് അല്ലേ. ഡു ദേ ഓൾവേസ് കോസ് ഹാം ടു അസ്? അവരെന്താണ് നമുക്ക് ഹാംഫുള്ളാണോ? എന്തായത് നമുക്ക് അപകടകാരികളാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ. എങ്ങനെയാണ് അപകടകാരികൾ? അവർ നമ്മളെ ബൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റിങ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ അവരെപ്പോഴും നമുക്ക് അപകടകാരികളാവുന്നുണ്ടോ? ഇല്ലല്ലേ. നേച്ചറിൻ്റെ ഫ്രണ്ട്സ് ആണല്ലേ. നമ്മളെ പോലെ നേച്ചറിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ടല്ലേ. പീപ്പിൾ ഗെറ്റ് ബിറ്റൻ ഓർ സ്ട്രങ് ബൈ ദം ഓൺ റെയർ ഒക്കേഷൻസ്. ഇഫ് ബിറ്റൻ ഓർ സ്ട്രങ് സീക്ക് മെഡിക്കൽ എയ്ഡ് ഇമ്മീഡിയറ്റ്ലി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ടേക്ക് പ്രിക്കോഷൻസ് ഫ്രം ഗെറ്റിംഗ് ബിറ്റൻ ഓർ സ്ട്രങ്. എന്താ പറയുന്നത്? നമുക്ക് ചില സമയങ്ങളിൽ ഇവരെയൊക്കെ നമ്മൾ കടിക്കാറുണ്ട് അല്ലേ. നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ പിന്നെന്താ ചെയ്യേണ്ടത്? ഇവരെ കടിയൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക അല്ലേ. അങ്ങനെ അവരെ കടിക്കാതെയും കുത്താതെയൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ഡു ദീസ് ക്രീച്ചേഴ്സ് ഡു എനി ഗുഡ് ടു ദ എൻവയോൺമെൻറ്റൽ ഇൻ എനി വേ? ഇവർ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഗുഡ് ഫോർ എൻവയോൺമെൻറ്റ്. യെസ് അല്ലേ, അവർ ഗുണം ചെയ്യുന്നുണ്ട് അല്ലേ. ദീസ് ക്രീച്ചേഴ്സ് പ്ലേ എ മേജർ റോൾ ഇൻ കൺട്രോളിങ് അൺബാലൻസ്ഡ് ഇൻക്രീസ് ഓഫ് മെനി അതർ ഓർഗാനിസംസ്. പല ജീവികളുടെയും എണ്ണങ്ങൾ പെരുകാതിരിക്കാൻ വേണ്ടി ഇവർ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഇവരുടെ ഭക്ഷണമാണ് അല്ലേ. സ്പൈഡറിൻ്റെ ഭക്ഷണം എന്താണ് കോക്രോച്ച്, അതുപോലെ ഇൻസെക്ട്സ് ആണ് അല്ലേ. അതുപോലെ സ്നേക്കിൻ്റെ ഫ്രോഗൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ഫ്രോഗിൻ്റെയൊക്കെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി ആര് വേണം? സ്നേക്ക് വേണം അല്ലേ. അതുപോലെ ഇൻസെക്റ്റിൻ്റെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി ആരൊക്കെ വേണം? സ്പൈഡർ വേണം അല്ലേ. അതാണ് പറയുന്നത്. സോ ഈസ് ഇറ്റ് റൈറ്റ് ടു ഹാം ദം അൺനെസസറിലി? ഡിസ്കസ്. എന്താ പറയുന്നത്? അപ്പോൾ ഇവരെങ്ങനെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത് ശരിയാണോ? അല്ലല്ലേ. അവരും ഇവിടെ ജീവിക്കട്ടെ അല്ലേ. നേച്ചറിൻ്റെ ഫ്രണ്ടാണ് അല്ലേ. നമ്മളെപ്പോലെ നേച്ചറിൻ്റെ ഫ്രണ്ടാണ്. നെക്സ്റ്റ്? ലെറ്റ്സ് ആസ്ക് ദ ഡോക്ടർ. ഡോക്ടറോട് ചോദിക്കാം. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ ഡോക്ടർ ഫ്രം ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഓൺ ചിൽഡ്രൻസ് സേഫ്റ്റി. പറയുന്നത്? കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പ്രാഥമികാരോഗ്യ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടർ നൽകിയ നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോണ്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ് ഓർ സ്വീറ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. നമുക്കറിയാത്ത സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം, ഗിഫ്റ്റ്, അതുപോലെ സ്വീറ്റ്സ്, മിഠായികളൊന്നും വാങ്ങിക്കരുത്. ഡോണ്ട് അലോ എനിവൺ ടു ടച്ച് യു ഇൻ വേ ദാറ്റ് യു ഡോണ്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ശരീരത്തിൽ മറ്റുള്ളവരെ ഇഷ്ടമില്ലെങ്കിൽ അവിടെയൊന്നും ടച്ച് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. യു ഷുഡ് സ്ട്രോങ്ലി സേ നോ ഓർ ഡോൺ ഇൻ സിറ്റുവേഷൻ വെർ ഇറ്റ് ഈസ് നെസസറി. നമുക്ക് അരുതില്ല, പറ്റില്ല എന്നൊക്കെ പറയേണ്ട സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ പറയണം. യു ഷുഡ് മേക്ക് യുവർ ഒബ്ജെക്ഷൻ ക്ലിയർ. സംവൺ ടച്ചസ് യുവർ ബോഡി പാർട്സ് ഇൻ വേ ദാറ്റ് ഈസ് അൺകംഫർട്ടബിൾ ടു യു. You should also ask frankly about this to your parents or teachers. എന്താ പറയുക? ശരീരഭാഗങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവരോട് നോ പറയണം. എന്നിട്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ പറയണം. ഓക്കെ, അതിനാരും മടി കാണിക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് സുരക്ഷ ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവർ നമ്മളെ അബ്യൂസ് ചെയ്യൂല്ലേ. ഷുഡൻറ്റ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ബി ഫോളോഡ്? ഡിസ്കസ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ EVSലെ 6th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കിതിലെ വർക്കുകളൊക്കെ ചെയ്ത് നോക്കാം. ലെറ്റസ് അസസ്. ഫസ്റ്റ് വർക്ക് എന്താണ്? ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കുക. എന്നിട്ട് എന്താണ്? വിച്ച് ട്രാഫിക് റൂൾസ് ആർ ബീങ് വയലേറ്റഡ് ഹിയർ. എന്താണ് ഇവിടെ ട്രാഫിക് റൂൾസ് തെറ്റായിട്ടാണല്ലേ ചെയ്യുന്നത്, അവരത് ലംഘിക്കുന്നുണ്ട് അല്ലേ. വാട്ട് പ്രോബ്ലംസ് വിൽ ദീസ് കോസ്. അങ്ങനെ ലംഘിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുക? ഇറ്റ് കോസ് ആക്സിഡൻസ് അല്ലേ. അത് ആക്സിഡൻസ് ഉണ്ടാക്കൂലേ. അവരെന്താണ് സേഫ്റ്റി ഗിയേഴ്സ് ഒന്നുമില്ലേ, ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെന്താണ് വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് അവർ ട്രാഫിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല അല്ലേ. അവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. റെഡ് ലൈറ്റ് കത്തിയത് എന്താണ്? സ്റ്റോപ്പ് എന്ന് പറയാനാണല്ലേ. പിന്നെ അവിടെ എന്താണ് പെഡിസ്ട്രിയൻസ് ആണല്ലേ. അവിടെ ഗ്രീൻ കളറിൽ നടക്കാൻ ക്രോസ് ചെയ്യാനുള്ള ടൈമാണ് സീബ്ര ലൈനിൽ. അതൊന്നും എന്താണ് അവർ കാണുന്നില്ല. അപ്പോൾ എന്താണ് അവർ ട്രാഫിക് റൂൾസ് എന്താണ് ഫോളോ ചെയ്യുന്നില്ല അല്ലേ. അങ്ങനെ ഫോളോ ചെയ്യാതിരുന്നാൽ എന്താണ് ആക്സിഡൻസ് ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. ഫസ്റ്റ് എന്താണ് 50 കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്പീഡ് ലിമിറ്റ് ആണല്ലേ. സെക്കൻഡ് എന്താണ്? ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ പിക്ചറാണല്ലേ കാണിക്കുന്നത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? നിയർ ബൈ ആണല്ലേ. അപ്പോൾ പെട്രോൾ സ്റ്റേഷൻ നിയർ ബൈ. നെക്സ്റ്റ് എന്താണ്? പെഡിസ്ട്രെയിൻസ് റെസ്ട്രിക്റ്റഡ്. അവിടെ നടന്നു പോകാൻ കാൽനട യാത്രക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പെഡിസ്ട്രിയൻസ് റെസ്ട്രിക്റ്റഡ് എന്നാണ് അല്ലേ. ലാസ്റ്റ് വൺ എന്താണ്? ടേൺ റൈറ്റ്. റൈറ്റിലേക്കുള്ള ആരോ ആണല്ലേ കാണുന്നത്. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടേൺ റൈറ്റ്. നെക്സ്റ്റ് എന്താണ്? ഫിൽ ദ ബ്ലാങ്ക്സ്. എന്താണ്? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് അല്ലേ. ഒബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള ഒരു ഒബ്ജക്റ്റുകളുടെ തന്നിട്ടുണ്ട്. അതിൻ്റെ യൂസസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസ് എന്താണ്? യൂസ്ഡ് ടു വാപ്പ് അറൗണ്ട് വൂൺസ് ഓർ ബ്രൂസിയസ് എന്നാണ് പറയുന്നത്. വ്രാപ്പ് ചെയ്യാനില്ലേ. എന്താണ് നമ്മൾ വ്രാപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം? എന്താണ്? ബാൻഡേജ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? യൂസ്ഡ് ടു കട്ട് ക്ലോത്ത് ഓർ ബാൻഡേജ്. എന്താണ്? സിസേഴ്സ് ആണല്ലേ. കത്രിക കൊണ്ടാണ് നമ്മൾ ക്ലോത്തും ബാൻഡേജും ഒക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്? പിൻ യൂസ്ഡ് ടു ബൈൻഡ് ബാൻഡേജ് ടുഗദർ. എന്നാണ് ബാൻഡേജ് കെട്ടുന്നതിനും സെക്യൂർ ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത്. അടുത്തത് എന്താണ്? യൂസ്ഡ് ടു ക്ലീൻ ആൻഡ് വൈപ്പ് വൂൺസ്. എന്താണ്? മുറിവുകൾ വൃത്തിയാക്കുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനൊക്കെ എന്താണ് വൈപ്പ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കോട്ടനാണല്ലേ, പഞ്ഞി അല്ലേ. നെക്സ്റ്റ് ട്യൂസേഴ്സ്. ട്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചവണ അല്ലേ. ചവണ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റിമൂവ് ഒബ്ജക്റ്റ് അല്ലേ. നമ്മുടെ വൂണ്ടിലുള്ള ഒബ്ജക്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ട്യൂസേഴ്സ് ഉപയോഗിക്കൂ അല്ലേ. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. തുടർ പ്രവർത്തനങ്ങളിലെ ഫസ്റ്റ് വൺ എന്താണ്? കളക്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് വി യൂസ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ് ആൻഡ് എക്സിബിറ്റ് ദം ഇൻ ക്ലാസ്. എന്താണ്? നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് പറഞ്ഞു അല്ലേ. അതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്താണ് ക്ലാസ്സിൽ എക്സിബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വർക്ക് എന്താണ്? പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ സ്കിറ്റ് ഇൻക്ലൂഡിങ് വേരിയസ് ആക്സിഡൻറ്റ്സ് ദാറ്റ് ഒക്കർ ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ. എന്താണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന എന്താണ് ആക്സിഡൻസ് ഇല്ലേ, അതിന് നമ്മൾ നൽകേണ്ട ഫസ്റ്റ് എയ്ഡും ഉൾപ്പെടുത്തിയിട്ടൊരു സ്കിറ്റ് അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ EVSൻ്റെ 6th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ചാപ്റ്ററാണല്ലേ. നമുക്ക് എന്തെല്ലാം ചെയ്യേണ്ടാത്തത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു അറിവ് തരുന്ന ഒരു പാഠം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഓക്കെ.